ഹലോ ഫ്രണ്ട്സ്, സോനാൽ സജിത്ത് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ടെൻസഗ്രിറ്റി സ്ട്രക്ചറാണ്. ഇതാണ് ആ സ്ട്രക്ചർ. വെറും 4 ടങ്കീസ് വയറിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ നടുക്കൊരു ടങ്കീസ് വയറും കൂടി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതാണ് സംഭവം വർക്കിംഗ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പപ്പായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായി ആവശ്യമുള്ളത് ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് ഷീറ്റാണ്. നേരിയതായാലും കുഴപ്പമില്ല, നേരിയതായാലും തടിച്ചതായാലും കുഴപ്പമില്ല. പിന്നെ കാർഡ്ബോർഡ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണം പ്ലൈവുഡ് എടുക്കാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഇവിടെയും 10 സെൻറ്റിമീറ്റർ, ഇവിടെയും 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിലാണ് ഇതേപോലത്തെ 2 എണ്ണം. ഇനി അടുത്തത് ആവശ്യമുള്ളത് ഇതുപോലത്തെ 2 കാർഡ്ബോർഡാണ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഇത് 12 സെൻറ്റിമീറ്റർ, ഇത് 1.5 സെൻറ്റിമീറ്റർ, പിന്നെ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത്രയില്ല 5 സെൻറ്റിമീറ്റർ. അതാണ് കണക്ക് ഇതിൻ്റെ. നമ്മളിപ്പോൾ ഇതിൽ 1 സെൻറ്റിമീറ്റർ വീതി വരുന്ന ബോർഡർ വെച്ചാണ് ഇപ്പം വരച്ചിട്ടുള്ളത്. ഇതേപോലെ 2 എണ്ണത്തിലും വരക്കണം. ഇനി 2 എൽ ഷേപ്പ് കാർഡ്ബോർഡിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കാർഡ്ബോർഡിൽ വെച്ചതിന് ശേഷം ആ എൽ ഷേപ്പുള്ള കാർഡ്ബോർഡിൻ്റെ ഹോള് കറക്റ്റായിട്ട് ആ കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വെച്ച് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്തത് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് നമ്മൾ എൽ ഷേപ്പ് കാർഡ്ബോർഡ് ഇതിലേക്ക് മെല്ലനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അധികം പ്രഷർ കൊടുക്കണ്ട, ഒടിഞ്ഞു പോകും. അപ്പം മെല്ലനെ നമുക്കതിന് നല്ല രീതിയിൽ ഒരു ഫെവിക്വിക്കോ ഫെവി ബോണ്ടോ അഥവാ ഫെവിക്കോളും ഉപയോഗിക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ അത് ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ 2 കാർഡ്ബോർഡും നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഈ 4 കോർണേഴ്സ്, ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന 4 കോർണേഴ്സിലും നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. അടുത്തതായി ആവശ്യമുള്ളത് ടങ്കീസാണ്. ഞാനിപ്പോൾ 4 ടങ്കീസ് വയറെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കിയിട്ട് ഒരു അപ്രോക്സിമേഷനിൽ ഒരു ലെങ്ത്ത് അങ്ങ് എടുക്കുക. ഇനി അടുത്തതായി ആയിരുന്നു ടങ്കീസ് എടുത്തതിന് ശേഷം ഇതിലോട്ട് ഈ ഓരോ ഹോളിലോട്ട് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തതിന് ശേഷം നല്ല ഉറപ്പിൽ അത് നിർത്തിക്കണം. അതിനായി ഫെവിക്വിക്കോ അല്ലെങ്കിൽ നല്ല കെട്ടിട്ട് കൊടുത്താലും മതി, എന്തുപയോഗിച്ചാലും നല്ല പ്രശ്നമില്ല. പക്ഷെ നല്ല ടൈറ്റിൽ ഇരിക്കണം. അതേപോലെ 4 ഹോൾസിലും അതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. 4 ഹോൾസിലും ടങ്കീസ് കയറ്റിയതിന് ശേഷം ഇനി അടുത്ത കാർഡ്ബോർഡ് എടുക്കുക. അതിലേക്ക് ഒരു ടങ്കീസ് മാത്രം കയറ്റി നിങ്ങൾ കറക്റ്റ് ഡിസ്റ്റൻസ് ഒന്ന് നോക്കുക, ടൈറ്റാണെന്നോ നല്ല നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞ ശേഷം അപ്പുറത്തെ സൈഡിലും ഫെവിക്വിക്ക് ഒട്ടിച്ച് നന്നായി ടൈറ്റ് ആക്കുക. ഇതേപോലെ 4 പോയിൻറ്റ്സിലും ചെയ്യണം. 4 ടങ്കീസും നല്ല ടൈറ്റ് തന്നെ കെട്ടണം, അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യണം. ഇനി അടുത്തതായി വേണ്ടത് ഒരു ചെറിയ ടങ്കീസ് വയറെടുക്കുക. എന്നിട്ട് ആ എൽ ഷേപ്പുള്ള കാർഡ്ബോർഡിൻ്റെ ഹോൾസിലോട്ടിട്ട ശേഷം ഫെവിക്വിക്കാറ്റും വെച്ച് ടൈറ്റ് ആക്കുക, അല്ലെങ്കിൽ കെട്ടിട്ടാലും മതി. ഞാൻ അതിന് മറ്റേ അറ്റം മറ്റേ എൽ ഷേപ്പ് ബോർഡിൻ്റെ ഹോളിലോട്ട് ഇടണം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ടൈറ്റ് തന്നെ ഉണ്ടാവണം. നല്ല ടൈറ്റ് തന്നെ അതുണ്ടാവണം. ഞാനിപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ടൈറ്റ് പിടിച്ച് വെക്കണം, എന്നാലേ അത് ലെവലിൽ നിൽക്കൂ. നല്ല ടൈറ്റ് പിടിച്ച് വെക്കണം. എന്നിട്ട് ഫെവിക്വിക്കായിട്ട് ഒട്ടിക്കുക. ഇപ്പം നമ്മൾ ടെൻസഗ്രിറ്റി സ്ട്രക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ഈ എൽ ഷേപ്പ് ബോർഡ് എടുക്കുമ്പോൾ കുറച്ച് തടിയിലെ ബോർഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ എടുത്തതുകൊണ്ട് അവിടെ ഒടിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംഭവം ഇപ്പം പക്ഷേ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യം കൂടി ഒന്ന് നോക്കുക. അവിടെ ഒടിവുണ്ട്, അതൊന്ന് നോക്കണം. തടിയിലെ കാർഡ്ബോർഡ് എടുത്താൽ മതി, ശരിയായിക്കോളും.
എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇനിയും ഇതേപോലത്തെ വീഡിയോ ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.